കാലിക്കറ്റ് എയർപോർട്ട് നവീകരണത്തിനായി മെയ് മാസത്തിൽ പൂട്ടിയിടാനുള്ള നീക്കം തൽപരകക്ഷികളുടെ ശ്രമഫലമാണെന്ന ആരോപണം ശക്തമാവുന്നു. എയർപോർട്ട് തകർക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാവുകയാണ്. NP ഷക്കീറിന്റെ റിപ്പോർട്ടിലേക്ക്. കാലിക്കറ്റ് എയർപോർട്ട് നവീകരണത്തിനായി മെയ് മാസത്തിൽ അടക്കുന്നതോടെ എയർപോർട്ടിനെ ഞെരിച്ചുകൊല്ലുകയെന്ന ഉദ്യോഗസ്ഥ ലോബിയുടെ ശ്രമം വലിയൊരളവോളം വിജയിച്ചിരിക്കുകയാണെന്ന് ഇന്തോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി ആരോപിച്ചു. കാലിക്കറ്റ് എയർപോർട്ട് ആരംഭിച്ചതു മുതൽ ചില തൽപരകക്ഷികൾ ഇതിനെതിരെ രംഗത്തുണ്ട്. ചില ഉദ്യോഗസ്ഥർക്ക് എയർപോർട്ട് ഇവിടെ നിന്ന് പറിച്ചു നടാനാണ് ആഗ്രഹം. നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നേട്ടമുണ്ടാകുന്ന മധ്യകേരളത്തിലെ ചില ജനപ്രതിനിധികളും മന്ത്രിമാരും കാലിക്കറ്റ് എയർപോർട്ടിനെ ഞെരുക്കിക്കൊല്ലുന്നതിന് അണിയറ നീക്കങ്ങൾ തുടരുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്ന ഗൂഢതന്ത്രത്തിൻ്റെ അവരുടെ ഉപജാപത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരും കേരളത്തിലെ ചില മന്ത്രിമാരും ഡൽഹിയിലെ ചില ഉന്നതരും തമ്മിൽ നടത്തിയ ഉപജാപത്തിൻ്റെയും ഗൂഢമായ ചർച്ചയുടെയും ഫലമായിട്ടാണ് ഈ എയർപോർട്ട് പൂർണ്ണമായി അടച്ചിടുന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലബാർ ഈ നൂറ്റാണ്ടിൽ നേരിടുന്ന ഏറ്റവും ദുരന്തങ്ങളിലൊന്നായ ഈ സംഭവത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ആശ്രയമായ കരിപ്പൂർ എയർപോർട്ടിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. മലബാറിലെ ജനപ്രതിനിധികൾക്ക് ഇക്കാര്യത്തിൽ ഒട്ടും താൽപ്പര്യമില്ലാതായിരിക്കുന്നു. ഈ സ്ഥിതി തുടർന്നാൽ എയർപോർട്ട് നമുക്ക് എന്നേക്കുമായി നഷ്ടമാകുമെന്നും ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് മലബാറിൽ ഒരു എയർപോർട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. എന്നാൽ നേടിയതെല്ലാം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇപ്പോൾ എയർപോർട്ടിന്റെ പ്രവർത്തനം. എയർപോർട്ടിന്റെ വികസന തകർച്ചയ്ക്ക് പിന്നിൽ വിവിധ ലോബികളാണെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. കാലിക്കറ്റ് എയർപോർട്ടിന്റെ സംരക്ഷണത്തിനായി പ്രവാസികൾക്കൊപ്പം പൊതുജനങ്ങളും സംഘടിക്കാൻ സമയമായിരിക്കുന്നു. ക്യാമറാമാൻ ജഷാദ് അച്ചുവിനൊപ്പം NP ഷക്കീർ, ജില്ലാ വാർത്തകൾ.